ശ്രീനിവാസന്റെ മരണത്തിന് ശേഷം പലരും ഇപ്പോൾ ആ കുടുംബത്തിലേക്ക് തന്നെയാണ് നോക്കുന്നത്. ഇന്നും ശ്രീനിവാസന്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഭയവും അതുപോലെ തന്നെ എല്ലാവരും ചിന്തിച്ചതും ധ്യാൻ ശ്രീനിവാസനെ കുറിച്ച് തന്നെയാണ് എന്ന് പറയാം. അന്ന് ശ്രീനിവാസന്റെ മരണ ദിവസം ഏറ്റവും കൂടുതൽ സങ്കടത്തോടെ വിലാപിച്ചതും ഒക്കെ തന്നെ നടത്തിയതും ധ്യാൻ ശ്രീനിവാസൻ തന്നെയാണ്. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അവർ ചടങ്ങുകളെല്ലാം നോക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ്. മോഹൻലാലിൻ്റെ അമ്മ മരിച്ചിട്ട് പോലും ആ കുടുംബത്തിൽ നിന്ന് ഒരാൾക്കും വരാൻ സാധിക്കാത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ബുദ്ധിമുട്ട് കൊണ്ടാണെന്നും അതുപോലെ അവിടുത്തെ ചടങ്ങുകൾ പ്രകാരം പോകാൻ പാടില്ല എന്നുമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ആ കാര്യങ്ങളെക്കുറിച്ച് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും അതിനർത്ഥം തന്നെ സംസാരിക്കുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ ഓരോ പ്രാവശ്യത്തോടെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വാർത്തയായി മാറുന്നത്. ഇപ്പോൾ എല്ലാവരും ധ്യാൻ ശ്രീനിവാസൻ്റെ സങ്കടത്തെപ്പറ്റി പറയുന്നു. കൃത്യമായ വാക്കുകൾ കൊണ്ട് തന്നെയാണ് പലരും ശ്രീനിവാസൻ്റെ കുടുംബത്തെക്കുറിച്ച് സംസാരിച്ചത് എന്ന് വേണം പറയാൻ. ശ്രീനിവാസനെക്കുറിച്ചും ധ്യാൻ ശ്രീനിവാസനെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അച്ഛനെ വിമർശിച്ചിട്ടുള്ള മകൻ എന്ന് തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി വിമർശിക്കാൻ തനിക്ക് സാധിക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് തന്നെ പറയുന്നു. അതെപ്പോഴും അങ്ങനെ തന്നെ എടുത്തു പറയുകയാണ് എന്ന് തന്നെ പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിനെ ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്ന് പറയണം. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുമുണ്ട് എന്ന് തന്നെ പറയാം. കൃത്യമായ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രീനിവാസൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു വരുന്നത്. ശ്രീനിവാസൻ്റെ വീട്ടിൽ ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നതും ഇതേക്കുറിച്ച് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ഒരിക്കലും മലയാള സിനിമയ്ക്ക് പകരം വയ്ക്കാനാകില്ല, മലയാള സിനിമയ്ക്ക് ഒരിക്കലും തിരിച്ചു നൽകാനുമാകില്ല. അതാണ് പ്രേക്ഷകരും ഇപ്പോൾ പറയുന്നത്. ശ്രീനിവാസൻ്റെ വീടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ശ്രീനിവാസനെ സംബന്ധിച്ച് ഇത് വളരെയധികം തന്നെ വിഷമാവസ്ഥയായിരുന്നു. എന്നാൽ മക്കൾ ഇന്ന് ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്നവരായതുകൊണ്ട് ശ്രീനിവാസന് നന്നായി കണ്ണടയ്ക്കാൻ സാധിക്കും, സമാധാനത്തോടെ കണ്ണടയ്ക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ അവസാന ശ്വാസം വരെയും അദ്ദേഹം അഭിനയിച്ചിരുന്നു. മക്കളുടെ സിനിമകളിലൂടെയും അല്ലാതെയും ഒക്കെ മലയാളി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പതിറ്റാണ്ടുകളായി ഹിറ്റുകൾ മാത്രം സമ്മാനിച്ചൊരു താരം, അങ്ങനെ വേണം അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാൻ. ഏതൊരു സിനിമ എടുത്ത് നോക്കിയാലും അത് ആധുനിക കാലത്തെ ആയാലും പ്രാചീന കാലത്തെ ആയാലും നന്നായി വിസ്മയിപ്പിക്കുകയും അതുപോലെ അമ്പരപ്പിക്കുകയും ചെയ്യുന്ന കഥകളായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സംസാരിക്കാനുള്ളത്. ശ്രീനിവാസൻ എന്ന വ്യക്തിയെക്കുറിച്ച് തന്നെ സംസാരിക്കുമ്പോൾ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ പറയാൻ പറ്റുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് കൂടി പറയണം. സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ എല്ലാവരും ഇതേ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. ആരാധകർ അവർ വളരെയധികം സ്നേഹത്തോടെ ഇതിനെ കാണുന്നു, അതോടൊപ്പം തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും. ധ്യാൻ ശ്രീനിവാസന് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ശ്രീനിവാസൻ്റെ ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വിഷമമുണ്ടായിരുന്നത്. ഒരിക്കൽ അച്ഛനെ വിമർശിച്ച മകൻ തന്നെയാണ്, എന്നാൽ എപ്പോഴും അച്ഛൻ്റെ മുഖത്ത് നോക്കി വിമർശിക്കാനും സ്വാതന്ത്ര്യമുള്ളൊരു മകൻ തന്നെയായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ എന്ന് അദ്ദേഹം തന്നെ ഇപ്പോഴും പറയാറുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.